ഹായ് അസ്സലാമു അലൈക്കും. എന്തൊക്കെ എല്ലാവരും വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കുന്നോ? ഇന്ന് നമ്മൾ 2 റോബസ്റ്റ പഴം കൊണ്ട് തയ്യാറാക്കുന്ന ഒരു ഈസി സ്നാക്കാണ്. എങ്ങനെയാണെന്ന് നോക്കാം. അരക്കപ്പ് പഞ്ചസാര, 2 ഏലക്ക, അതുപോലെ തന്നെ ചെറിയൊരു കഷ്ണം പട്ട എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മിക്സഡ് ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അപ്പം ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ 2 കോഴിമുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ 2 കോഴിമുട്ട നമുക്ക് ഇതിലേക്ക് പൊടിച്ചൊഴിച്ച് കൊടുക്കാം. അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ച മുട്ടയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ 1/4 കപ്പ് ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. അതുകൂടെ ചേർത്തിട്ട് ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഇത് അടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കിവിടെ മാറ്റി വയ്ക്കാം. പിന്നെ നമ്മൾ എടുത്തിട്ടുള്ള 2 റോബസ്റ്റ പഴമല്ലേ, ഒരുപാട് വലിപ്പമൊന്നും ഇല്ല കേട്ടോ, ചെറിയ റോബസ്റ്റ പഴമാണ്. അത് ഇതിലേക്ക് ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് നമുക്കിതൊന്ന് ഉടച്ചെടുക്കാം കേട്ടോ. നല്ല വലിയ റോബസ്റ്റ പഴമാണെങ്കിലും കുഴപ്പമില്ല, പഴം ഒരല്പം കൂടിയാലും കുഴപ്പമൊന്നുമില്ല. അപ്പം നല്ല ചെറുതാണെങ്കിൽ 3 എണ്ണമൊക്കെ എടുക്കാം, നല്ല വലുതാണെങ്കിലും 2 എണ്ണം എടുക്കാം. ഇതുപോലെ നന്നായിട്ടൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഈ ഒരു പരുവത്തിലൊന്ന് ഉടച്ചെടുത്താൽ മതി. നല്ല പേസ്റ്റ് പോലെ ഒന്നും ആവണ്ട, ചില കഷ്ണങ്ങളൊക്കെ ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതുപോലെ ഒരു പാത്രം എടുക്കുക. അതിന് മുകളിൽ ഒരു അരിപ്പ് വെച്ച് കൊടുത്ത് 250 ml കപ്പിൽ 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1/4 ടീസ്പൂണിൻ്റെ താഴെ ബേക്കിംഗ് പൗഡർ സോഡയും 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 2-3 പിഞ്ച് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം പാട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുക. എന്നിട്ട് ഇതെല്ലാം പാടൊന്ന് മിക്സാക്കി വെക്കുക കേട്ടോ. ഈ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ഉപ്പൊക്കെ മൈദയുടെ എല്ലാ ഭാഗത്തും എത്താൻ വേണ്ടിയിട്ടാണ്. ഇനി ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമ്മളിവിടെ അടിച്ചു വെച്ചിട്ടുള്ള മുട്ടയുടെയൊക്കെ മിക്സിയില്ലേ, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ടൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. ഒരുപാടിട്ട് സ്പീഡിൽ ഇളക്കണ്ട, ഇതുപോലെ പതുക്കെ ഒന്ന് മിക്സ് ആക്കിയാൽ മതി. ഞാൻ വീഡിയോയിൽ അല്പം സ്പീഡ് കാണുന്നത് കുറച്ച് സ്പീഡാക്കിയത് കൊണ്ടാണ് കേട്ടോ. ഒന്ന് സ്ലോയിലൊന്ന് മിക്സ് ആക്കി കൊടുത്താൽ മതി. പെട്ടെന്ന് തന്നെ ഒന്ന് മിക്സ് ആക്കി ഇട്ടിക്കോളൂ. ഈ രീതിയിൽ മിക്സ് ആക്കിയതിന് ശേഷം നമ്മളിവിടെ ഉടച്ചു വെച്ചിട്ടുള്ള പഴം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. റോബസ്റ്റ പഴം തന്നെ വേണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. പഴുത്തിട്ട് തോലൊക്കെ കറുത്തിരിക്കുന്ന നേന്ത്രപ്പഴമില്ലേ, അതും നമുക്കിതിനായിട്ട് യൂസ് ആക്കാം. ചെറുപഴം ഉണ്ടെങ്കിൽ അതും നമുക്കിതിലേക്ക് യൂസ് ആക്കാം. പഴം നല്ല പഴുത്തതായാൽ മാത്രം മതി. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ചേർത്തിട്ട് എല്ലാം പാട് നന്നായിട്ട് ഒരു സ്പാച്ചില കൊണ്ട് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. ഇതേപോലത്തെ ഒരു കേക്ക് ടിന്നാണ് ഞാൻ എടുക്കുന്നത്. ഏതെങ്കിലും ഒരു സ്റ്റീൽ പാത്രം നമുക്ക് ഇതിനായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. കൊടുക്കുക. ഒരു ബട്ടർ പേപ്പറൊക്കെ അടിയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതൊന്നും ഞാൻ പ്രത്യേകിച്ച് പറയാത്തത് എല്ലാവർക്കും അറിയുന്നതുകൊണ്ടാണ്. പിന്നെ ഇതുപോലെ ഒരു സ്ക്രൂ കൊണ്ട് ഇങ്ങനെ ആക്കി കൊടുത്താൽ തീരെ എയർ ബബിൾസ് ഇല്ലാതെ നമുക്ക് റെഡിയാക്കാൻ പറ്റും. പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു അല്പം ടൂട്ടി ഫ്രൂട്ടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ നട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ചേർത്താലും മതിയാകും. പിന്നെ ചോക്ലേറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ചേർത്താലും മതി. ചോക്ലേറ്റ് ചിപ്സ് ഒക്കെ ഇല്ലേ, അത് വേണമെങ്കിൽ അത് ചേർത്താലും മതി. ഇതാണ് നമ്മുടെ ഓവൻ സെറ്റപ്പ്. ഒരു 3 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ പ്രീ ഹീറ്റ് ചെയ്തതിന് ശേഷമാണ് ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ടുള്ളത്. എനിക്ക് ഇത് കേക്ക് ബേക്ക് ആകാനായിട്ട് ഒരു 30 മിനിറ്റാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഏറ്റവും ലോ ഫ്ലെയിമിൽ ഒരു 30 മിനിറ്റ് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് നമ്മുടെ കേക്ക് റെഡിയായി വരും. ഒന്ന് കുത്തി നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും. പിന്നെ അതുപോലെ കേക്ക് ആയോ എന്ന് അറിയാനായിട്ട് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. നല്ല മണം വരും കേക്ക് റെഡിയായി കഴിഞ്ഞാൽ. കേക്കിന് നല്ല മണം വരും. അപ്പം നമുക്ക് കേക്ക് റെഡിയായി എന്ന് മനസ്സിലാവും. എനിക്കൊരു അരമണിക്കൂറാണ് എടുത്തത്. ഇപ്പോൾ നമ്മൾ പാത്രത്തിൽ നിന്നൊക്കെ എടുത്തിട്ടുണ്ട്. ഫുള്ളായിട്ട് ചൂടാറിയിട്ടില്ല കേട്ടോ. ആറാതെ തന്നെയാണ് ഞാൻ എടുക്കുന്നത്. ഇപ്പോൾ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കുന്നതുകൊണ്ടാണ്, സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ചൂടാറുന്നതിന് മുമ്പ് തന്നെ എടുത്തത്. ഇനി നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് കട്ടാക്കി എടുക്കാം. വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കാണ്. കുട്ടികൾക്ക് സ്കൂളൊന്നും ഇല്ലാത്ത സമയത്ത് വെറുതെ ഇരിക്കുമ്പോൾ അവർക്ക് വിശപ്പൊക്കെ കൂടുതലായിരിക്കും അല്ലേ. അപ്പോൾ കുട്ടികൾക്ക് ഇടയ്ക്കിടയ്ക്ക് തിന്നാൻ ആവശ്യമുണ്ടാവും സാധനങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ പുറത്തുനിന്നൊന്നും പോയി വാങ്ങണ്ട, വീട്ടിൽ തന്നെ നമുക്ക് ചെറിയ ഇൻഗ്രീഡിയൻസ് കൊണ്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. സിമ്പിളല്ലേ ഉണ്ടാക്കാനായിട്ട്. അതുപോലെ തന്നെ കുട്ടികൾ സ്കൂളിൽ വരുന്ന സമയത്ത് കൊടുക്കാനും അടിപൊളിയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ആക്കി നോക്കിക്കോട്ടെ. പഴമൊക്കെ കറുത്തിരിക്കുന്നുണ്ടെങ്കിൽ നമുക്കതൊന്നും ഒഴിവാക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ വെറൈറ്റി ആയിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാം. ഇഷ്ടമാണെങ്കിൽ ഒരു ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വയ്ക്കാനും മറക്കല്ലേ. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു അടിപൊളി വീഡിയോയുമായി എത്തുന്നവരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.